أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أطيعوا الله وأطيعوا الرسول فإن تولوا فإنما عليه ما حمل وعليكم ما حملتم وإن تطيعوه تهتدوا وما على الرسول إلا البلاغ المبين. صدق الله العظيم. قل നബിയെ താങ്കൾ പറയുക, അത്തിഉ നിങ്ങൾ അനുസരിക്കുവീൻ അല്ലാഹുവിനെ, വ അത്തിഉ നിങ്ങൾ അനുസരിക്കുവീൻ അർ റസൂല അല്ലാഹുവിൻ്റെ റസൂലിനെയും. അർ റസൂല എന്ന് പറഞ്ഞാൽ ഏതോ ദൂതനല്ല, ഈ റസൂലിനെ അല്ലെങ്കിൽ അല്ലാഹുവിൻ്റെ റസൂലിനെ എന്നർത്ഥം. ഫഇൻ തവല്ലൗ എന്നിട്ട് നിങ്ങൾ പിന്തിരിയുന്ന പക്ഷം, ഫഇന്നമാ അലൈഹി നിശ്ചയം അദ്ദേഹത്തിന് ബാധ്യതയുള്ളത്, മാ ഹുമ്മില അദ്ദേഹം വഹിക്കപ്പെട്ടതാണ്, അത് അല്ലെങ്കിൽ ചുമതലപ്പെടുത്തപ്പെട്ടതാണ്, വഹിപ്പിക്കപ്പെട്ടതാണ് അല്ലെങ്കിൽ ചുമതലപ്പെടുത്തപ്പെട്ടതാണ് എന്നർത്ഥം. ഹമല വഹിച്ചു, ഹമ്മല വഹിപ്പിച്ചു, ഹുമ്മില വഹിപ്പിക്കപ്പെട്ടു. വ അലൈക്കും നിങ്ങൾക്ക് ബാധ്യതയുണ്ട്, മാ ഹുമ്മിൽത്തും നിങ്ങൾ വഹിപ്പിക്കപ്പെട്ടത് അല്ലെങ്കിൽ നിങ്ങൾ ഉത്തരവാദിത്തമേൽപ്പിക്കപ്പെട്ടത്. വൈൻ തുതീഊഹു നിങ്ങൾ അദ്ദേഹത്തെ അനുസരിക്കുകയാണെങ്കിൽ, തഹ്തദൂ നിങ്ങൾ സന്മാർഗം പ്രാപിക്കും. വമാ അലർ റസൂലി റസൂലിന് ബാധ്യതയില്ല, ഇല്ലൽ ബലാഗുൽ മുബീൻ വ്യക്തമായി എത്തിക്കലല്ലാതെ, എത്തിച്ചു തരലല്ലാതെ എന്നർത്ഥം. കഴിഞ്ഞ ആയത്തിൽ മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞല്ലോ. അവര് അനുസരിക്കാമെന്ന് ആണയിട്ട് പറയും, പക്ഷേ അത് കള്ളമായിരിക്കും. അതുകൊണ്ട് ആണയിട്ട് പറയുകയൊന്നും വേണ്ട, അനുസരിച്ച് കാണിച്ചാൽ മതി എന്ന തരത്തിലാണല്ലോ പറഞ്ഞത്. അതിൻ്റെ മുമ്പ് വിധി പറയാൻ വിധിക്കുന്ന കാര്യം പറഞ്ഞിടത്തും ഇതേ വിഷയം വന്നിട്ടുണ്ട്. അവർ റസൂലിനെ അനുസരിക്കാം എന്ന് യഖൂലൂന ആമന്ന ബില്ലാഹി വബിർ റസൂലി വഅതഅന, അല്ലാഹുവിലും റസൂലിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്നൊക്കെ പറയും. സുമ്മ യതവല്ല ഫരീഖും മിൻഹും പിന്നീട് അവരിലൊരു വിഭാഗം അതിൽ നിന്ന് പിന്തിരിയും എന്നും പറഞ്ഞിട്ടുണ്ട്. അത്തരം ആളുകളോട് പറയാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുകയാണ് ഈ ആയത്തിൽ. ഖുൽ അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, അല്ലാഹുവിനെ അനുസരിക്കണം, എന്നെ അനുസരിക്കണം എന്ന് പറയേണ്ടടുത്താണ് അത്തിഉർ റസൂല എന്ന് പറയുന്നത്. എന്നെ അനുസരിക്കണം എന്ന് പറയുകയല്ല, പകരം എന്നെ എന്തിനനുസരിക്കണം, ഞാൻ അല്ലാഹുവിൻ്റെ റസൂലാണ് എന്നതാണ് ഉപാധി. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതഅ ബിഇദ്നില്ലാ, അല്ലാഹുവിൻ്റെ അനുമതിയോടുകൂടി അനുസരിക്കപ്പെടാനല്ലാതെ ഒരു റസൂലിനെയും അയച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് സൂറത്തു നിസാഇൽ. അങ്ങനെ അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കണം. എങ്കിൽ എന്തുണ്ടാകും, ഫൈൻ തവല്ലൗ എന്നിട്ട് നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിയുകയാണെങ്കിൽ ഫൈന്നമാ അലൈഹി മാ ഹുമ്മില അദ്ദേഹത്തിന് ചുമതല ഏൽപ്പിക്കപ്പെട്ടത് മാത്രമാണ് അദ്ദേഹത്തിന് ബാധ്യതയുള്ളത്. അഥവാ നിങ്ങളെ ബലം പിടിച്ച് നന്നാക്കാനോ, നിങ്ങളെ അകത്ത് കയറി ശുദ്ധീകരിക്കാനോ, നിങ്ങളെ വന്ന് ആത്മാർത്ഥതയുള്ളവരാക്കി മാറ്റാനോ അതൊന്നും അദ്ദേഹത്തിൻ്റെ പണിയല്ല. അദ്ദേഹം ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളുണ്ട്, അത് താഴെ പറയുന്നുണ്ട് അതെന്താണ് എന്നത്. വ അലൈക്കും മാ ഹുമ്മിൽത്തും നിങ്ങൾ വഹിപ്പിക്കപ്പെട്ടത് നിങ്ങൾക്ക് ബാധ്യതയുള്ളതാണ്. എന്താണ് ഈ ബാധ്യത? സത്യം കണ്ടെത്താനും അന്വേഷിക്കാനും അത് പ്രകാരം ജീവിക്കാനും മുതൽ ആ ദീനിന് വേണ്ടി ത്യാഗപരിശ്രമങ്ങൾ അർപ്പിക്കാനും അതിൻ്റെ വിജയത്തിന് വേണ്ടി പണിയെടുക്കാനും ഇതൊക്കെ നിങ്ങൾക്ക് ബാധ്യതയുള്ളതാണ്. പരിശുദ്ധ സൂറത്തുൽ ബഖറയുടെ അവസാനത്തിൽ റബ്ബനാ ലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ താഖത ലനാ ബിഹി. നാദാ
മുമ്പ് കഴിഞ്ഞവരുടെ മേൽ നീ വഹിപ്പിച്ചതുപോലുള്ളത് ഞങ്ങളെ വഹിപ്പിക്കരുതേ, ഞങ്ങൾക്ക് താക്കത്തില്ലാത്തതും വഹിപ്പിക്കരുതേ. അഥവാ കേവലം വിശ്വസിക്കാനല്ല, അല്ലെങ്കിൽ വ്യക്തിജീവിതത്തിൽ ചില അനുഷ്ഠാനങ്ങളും ആരാധനകളുമായി കഴിഞ്ഞുകൂടാനല്ല, പകരം വലിയ സാമൂഹ്യ ദൗത്യം സത്യവിശ്വാസികളുടെ സമൂഹത്തിന് അല്ലാഹു തആല ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഖുർആൻ മറ്റിടത്തത് പറഞ്ഞിട്ടുണ്ടല്ലോ, ലിയകൂന റസൂലു ഷഹീദൻ അലൈക്കും വതകൂനു ശുഹദാ അലന്നാസ്. സൂറത്തുൽ ഹജ്ജിന്റെ അവസാനത്തിൽ റസൂല് നിങ്ങൾക്ക് ബോധ്യം വരുത്തുക, നിങ്ങൾ ജനങ്ങൾക്ക് ബോധ്യം വരുത്തുക. റസൂല് നിങ്ങൾക്ക് സാക്ഷിയാകുക, ജനങ്ങൾക്ക് നിങ്ങൾ സാക്ഷിയാക്കുക. അതുപോലെ സൂറത്തുൽ ബഖറയിലും ഉണ്ട്, പിന്നെ വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്തൻ ലിതകൂനു ശുഹദാ അലന്നാസി വയകൂന റസൂലു അലൈക്കും ഷഹീദ. അതുപോലെ സൂറത്തുൽ ആൽ ഇംറാനിൽ വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യുന്ന സത്യത്തിലേക്ക് വിളിക്കുന്ന ഒരു ഉമ്മത്ത് നിങ്ങളാൽ ഉണ്ടാവട്ടെ. ഇങ്ങനെയൊക്കെ പറഞ്ഞ പരിശുദ്ധ ഖുർആൻ പല രീതിയിൽ പറഞ്ഞ സംഗതിയാണ് ഈ ഹമല ഹുമില എന്ന് പറഞ്ഞത്, വഹിപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറഞ്ഞത്. അത് അദ്ദേഹം ചെയ്യേണ്ട പണി അദ്ദേഹം ചെയ്യേണ്ടി വരും, ബാക്കി നിങ്ങളുടെ പണി നിങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞതാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ വൈൻ തുതിഊഹു തഹ്തദു, നിങ്ങൾ അദ്ദേഹത്തെ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹിദായത്തിലാകാം. അഥവാ റസൂൽ ഞങ്ങൾക്ക് സ്വീകാര്യനല്ല, അല്ലെങ്കിൽ റസൂലിൻ്റെ അഭിപ്രായം ഞാൻ പരിഗണിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റൊരിടത്ത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹിൻ്റെയും റസൂലിൻ്റെയും ഇടയിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ റസൂലിനെയും അംഗീകരിക്കില്ല, അള്ളാഹിനെ അംഗീകരിക്കാം. ഇതായിരുന്നു ജൂതന്മാരുടെ നിലപാട്. അള്ളാഹ് അയച്ച എല്ലാ റസൂലിനെയും ഞങ്ങൾ അംഗീകരിക്കില്ല, ഈ റസൂലിനെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നൊക്കെ. അതിൽ സ്വാധീനിക്കപ്പെട്ടവരായിരുന്നു മുനാഫിക്കുകളിൽ പലരും. അതുകൊണ്ട് തന്നെ റസൂല് വിളിക്കുന്നിടത്തൊക്കെ ചെല്ലാനൊന്നും ഞങ്ങൾക്കൊഴിവില്ല, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചുള്ള എന്നൊക്കെ പറയുന്ന വിദണ്ഡവാദങ്ങൾക്കുള്ള മറുപടിയാണ്. മൂമിനാകണമെങ്കിൽ, ഹിദായത്ത് കിട്ടണമെങ്കിൽ അള്ളാഹുവിനെ അനുസരിച്ചാൽ മതി. ഇപ്പോഴും അത് പ്രസക്തിയുള്ള വർത്താനാണ്. ഇപ്പം നമ്മൾ ഹദീസ് നിഷേധം ഇതിൻ്റെ ഈ വിഷയമാണത്. അള്ളാഹു പറഞ്ഞത് അംഗീകരിക്കും, ഖുർആനിൽ വന്നത് അംഗീകരിക്കുക, സുന്നത്തിൽ സ്ഥിരപ്പെട്ടത് ആണെങ്കിലും അംഗീകരിക്കുകയില്ല. കാരണം റസൂല് പ്രമാണമല്ല, ഹദീസ് പ്രമാണമല്ല എന്നൊക്കെയുള്ള വാദം അത് ഹിദായത്തിൻ്റെ ഘടകവിരുദ്ധമാണ് എന്നതിൻ്റെ തെളിവ് കൂടിയാണ്. വൈൻ തുതിഊഹു തഹ്തദു അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല വ ഉലിൽ അംരി മിൻകും. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം, നേതൃത്വത്തെ അനുസരിക്കണം എന്ന് സൂറത്തുൻ നിസായിൽ. ഇങ്ങനെ റസൂലിനെ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഹിദായത്തിലാകും. അല്ലാതെ റസൂല് പറഞ്ഞ കാര്യങ്ങളിൽ ഞങ്ങൾ സമ്മതിക്കുകയില്ല, ഞങ്ങൾക്ക് താല്പര്യമുള്ളതേ അംഗീകരിക്കുകയുള്ളൂ, വിധി തീർപ്പ് ഞങ്ങൾക്ക് യോജിപ്പുണ്ടെങ്കിൽ അംഗീകരിക്കും, റസൂലിൻ്റെ കൽപ്പനകൾ ഞങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അംഗീകരിക്കും എന്ന് അന്ന് നിലപാട് സ്വീകരിച്ചാൽ സ്വാഭാവികമായിട്ടും അത് പിന്നെ ഈമാനിൽ നിന്ന് പുറത്താകുന്ന, മുർത്തദ്ദാകുന്ന കാര്യമാണ് എന്നർത്ഥം. അതാണ് വൈൻ തുതിഊഹു തഹ്തദു. അദ്ദേഹത്തെ നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഹിദായത്തിലാകും. വമാ അലർ റസൂൽ ഇല്ലൽ ബലാഗുൽ മുബീൻ. പിന്നെ വീണ്ടും ആവർത്തിച്ചു പറയുകയാണ്, റസൂലിന് ബാധ്യതയുള്ളത് എന്താണ്? അത് നിങ്ങൾക്ക് കാര്യം വ്യക്തമായി മനസ്സിലാക്കി തരലാണ്. അല്ലാതെ ആളുകളുടെ ഹൃദയം ജൂന്ന് അത് നന്നാക്കലൊന്നും ഏൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്നർത്ഥം. ഇത് പലപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയാറുണ്ട്, വമാ അലൈക ഇല്ലൽ ബലാഗുൽ മുബീൻ. പിന്നെ റസൂലുള്ളാഹിക്ക് വിഷമം സൂറത്തുൽ കഹ്ഫിലൊക്കെ വന്നത് ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനു ബിഹാദൽ ഹദീസി അസഫ. താങ്കൾ അവർ വിശ്വസിക്കാത്തത് ദുഃഖിതനായി അവരുടെ പിന്നാലെ നടന്ന നബിയെ താങ്കൾ തടികേടാക്കിയേക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവിടെയും ഈ വിഷയമാണ് താങ്കൾക്ക് ബാധ്യതയുള്ളത്, എത്തിച്ചു കൊടുക്കൽ മാത്രമാണ്. എങ്ങനെ സത്യം മനസ്സിലാക്കി തരിക, എത്തിച്ചു തരിക എന്നത് മാത്രമാണ് റസൂലിന് ബാധ്യതയുള്ളത്. പിന്നെ എന്ത് ചെയ്യണം എന്നത് തീരുമാനിക്കേണ്ടത് സത്യം ബോധ്യമായ ആളുകൾ അവർ സ്വയം തീരുമാനിക്കേണ്ടതാണ്. അഥവാ അവർക്ക് വേണമെങ്കിൽ ആത്മാർത്ഥത പുലർത്തി ഉള്ളും പുറവും ഒരുപോലെ, പുറംവാക്ക് കൊണ്ട് മാത്രമല്ല അകം കൽബ് കൊണ്ടും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് മുകളിൽ 52-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ വമൻ യുതിഇല്ലാഹ വറസൂലഹു വയഖ്ഷല്ലാഹ വയത്തഖി ഫൗലൈക ഹുമുൽ ഫായിസൂൻ. പിന്നെ അള്ളാഹുവിനെയും റസൂലിനെയും ആത്മാർത്ഥമായി അനുസരിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് വിജയികളായി തീരാം. അല്ലെങ്കിൽ കാപ്പട്യം കാണിച്ച് ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ, മുനാഫിഖുകൾ നരകത്തിൻ്റെ ഏറ്റവും അടിയിലെ തട്ടിലാണ് എന്നതുമാകാം. അതൊക്കെ
അവരവരുടെ ചോയ്സാണ്. രണ്ടിനും സ്വാതന്ത്ര്യമുണ്ട്. ഫമൻ ഷാ ഫൽ യൂമിൻ വമൻ ഷാ ഫൽ യക്ഫുർ, അല്ലെങ്കിൽ ഇമ്മ ഷാക്കിറൻ വ ഇമ്മ കഫൂറ. ഇഷ്ടമുള്ളവൻ വിശ്വസിക്കട്ടെ, ഇഷ്ടമുള്ളവൻ നിഷേധിച്ചു കൊള്ളട്ടെ. വേണമെങ്കിൽ നന്ദിയുള്ളവനാകാം, അല്ലെങ്കിൽ നന്ദി കെട്ടവനാകാം. അതൊന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചുമതലപ്പെടുത്തപ്പെട്ടതല്ല എന്നാണ്. പിന്നെ ഈ ഹംല് ഇങ്ങനെ സത്യവിശ്വാസികളെ എന്തോ ഒന്ന് ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഈ ആയത്ത് സൂചിപ്പിക്കുന്നുണ്ടല്ലോ. അത് ഏറ്റെടുത്താൽ അത് വെറുതെ ഒന്നും ആകുകയില്ല. അവർക്ക് വലിയ ഓഫറുകളാണ് അല്ലാഹു തആല നൽകുന്നത്. അതാണ് അടുത്ത ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയുക. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ ഫിന്നൽറ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.